ഓ ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. ഗീത, വീഡിയോ ഓൺ ചെയ്തിട്ട് വന്നോളൂ. സായിരാം, വീഡിയോ ഓൺ ചെയ്യൂ. സായിരാം. സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഞാൻ കാഞ്ഞങ്ങാട് നിന്ന് ഗീത, സമിതി കാസർഗോഡ്. പൊങ്ങിയിരിക്കൂ. സമിതി കാസർഗോഡ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത് സ്വാമിയുടെ മഹിമകളും സന്ദേശങ്ങളും കേൾക്കാൻ കഴിയുന്നത് സ്വാമിയുടെ വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. മലയാളം ഫ്ലുവൻ്റായി വായിക്കാൻ പറ്റാതിരുന്നാൽ എനിക്ക് വേണ്ടി വത്സലമ്മ വായിക്കും. എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സായിരാം. ജയ സായിരാം. രാമായണ കുടുംബം. രാമായണം ഭാരതീയരുടെ ജീവരക്തമാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ ഇന്ത്യയിലുടനീളം ശ്രീരാമക്ഷേത്രമില്ലാത്ത ഒരു ഗ്രാമമോ, ശ്രീരാമന്റെ ചിത്രം വെച്ച് ആരാധിക്കാത്ത ഒരു ഭവനമോ, രാമനാമം ജപിക്കാത്ത ഒരു ജിഹ്വയോ കാണുവാൻ പ്രയാസമായിരുന്നു. ഈ രാജ്യം മുഴുവനും രാമന്റെ സുഗന്ധത്താൽ നിറഞ്ഞിരുന്നു. ഇത്ര അപാര ഭാഗ്യമുള്ള ഈ ഭൂവിഭാഗം ഈ അടുത്ത കാലത്തായി അടിതൊട്ട് മുടി വരെ കാമമെന്ന സാംക്രമിക വിഷത്താൽ ഹീനമാക്കപ്പെട്ട സ്ഥലമായി അധപ്പതിച്ചിരിക്കുന്നു. രാമനാൽ നിറയപ്പെട്ടവരായിരിക്കുവാൻ ശ്രമിക്കുക, നിങ്ങൾ പരിരക്ഷിക്കപ്പെടും. അതിനു പകരം കാമത്താൽ ഹീനമാക്കപ്പെടുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകും, നിന്ദിക്കപ്പെട്ടവരാകും. മനുഷ്യ ചരിത്രത്തിലെ ത്രേതായുഗത്തിൽ നിരാകാരനായ നിർഗുണനായ സച്ചിദാനന്ദ തത്വം കരുണ കൊണ്ട് തരളിതനായതിനാൽ മനുഷ്യരൂപം പൂണ്ട് ധർമ്മത്തിന്റെ സ്വരൂപമായി രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന നാമത്തോടുകൂടി ശരിയായ ധാർമ്മിക സ്വഭാവം ഏതെന്ന് പല ഉദാഹരണങ്ങളിലൂടെ മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തു. അത് ധർമ്മത്തിന്റെ ആധിപത്യം പുനഃസ്ഥാപിക്കുകയും അതിന്റെ അന്തർലീനമായ ശക്തി കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് പരമമായ ഏതൊന്നിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടുവോ അതിൽ തന്നെ വിലയം പ്രാപിക്കുകയും ചെയ്തു. വേദങ്ങൾ ഈശ്വരതത്വത്തെ മാധവ എന്ന് വർണ്ണിക്കുന്നു. മാ എന്നാൽ മായ എന്നും ധ എന്നാൽ പ്രഭു എന്നുമാണ് അർത്ഥം. അതായത് അദ്ദേഹമാണ് ജനിക്കുന്ന എല്ലാത്തിൻ്റെയും, അതുകൊണ്ട് തന്നെ മരിക്കുന്നതും മാറുന്നതും, അതുകൊണ്ട് തന്നെ യഥാർത്ഥവും അയഥാർത്ഥവും ആയ എല്ലാത്തിൻ്റെയും അധിപൻ പ്രഭു അദ്ദേഹം തന്നെയാണ്. ജീവിതവും മരണവും മായയുടെ ഭാഗമാണ്. ഈശ്വരൻ അതിൻ്റെ പരമാധികാരിയാണ്. അതുകൊണ്ട് ഈ രണ്ട് ചങ്ങലകളാൽ ബന്ധിതരായിരിക്കുന്ന എല്ലാവരും വിശ്വസ്തതയുള്ളവരും അവിടുത്തെ വന്ദിക്കുന്നവരുമാണ്. അതാണ് സന്തോഷത്തിലേക്കുള്ള വഴി. പക്ഷേ മനുഷ്യനിൽ കുടികൊള്ളുന്ന മായയുടെ പ്രതിനിധിയായ മനസ്സ് സാധാരണയായി ഈ സംരംഭത്തിൽ അയാളെ സഹായിക്കാറില്ല. അത് നിഴലിന് പിന്നാലെ
പായുന്ന അവാസ്തവമായ തിളക്കത്തിന് പിന്നാലെ പായുകയും സ്വർണത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അത് ഇന്ദ്രിയങ്ങളുടെ ബാഹ്യ ലോകത്തിലേക്ക് പായുകയും ത്യാഗത്തിനും വിവേചനത്തോടു കൂടിയുള്ള വിശ്ലേഷണത്തിനും വേണ്ടിയുള്ള വിവേകത്തിന്റെ വിളിയെ അഗണ്യമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ മനുഷ്യൻ എല്ലായിടത്തും അവന്റെ കഴിവിന് പ്രാപ്യമായതും ആസ്ഥാനകരവുമായതിൽ നിന്നും വളരെ താഴ്ന്ന കിടയിലുള്ള ലജ്ജാകരമായ ജീവിതം നയിക്കുന്നു. രാമന്റെ പാതയിലൂടെ സഞ്ചരിക്കുക. 10ാമത്തെ നിലയിൽ താമസിക്കുന്ന വ്യക്തിയെ കാണണമെങ്കിൽ നിങ്ങൾക്ക് 9 നിലകൾക്ക് മുകളിൽ പോകേണ്ടതുണ്ട്. മാധവനുമായുള്ള, അതായത് ഈശ്വരനുമായുള്ള സംഗമത്തിന്റെ ആനന്ദം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പവിത്രതയുടെ, ആ സ്നേഹത്തിന്റെ, സത്യത്തിന്റെ, സമാധാനത്തിന്റെ തലത്തിലേക്ക് ഉയരേണ്ടതുണ്ട്. കരുണാഭരിതനായിരിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും സേവനം നൽകുക. നിങ്ങളുടെ കർത്തവ്യം ആത്മാർത്ഥതയോടും ആനന്ദത്തോടും കൂടി അനുഷ്ഠിക്കുക. നല്ലവരായിരിക്കുക, നല്ലത് ചെയ്യുക. അങ്ങനെ ഈശ്വരനെ പ്രാപിക്കുവാൻ യോഗ്യത നേടുക. നിങ്ങൾ സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ രാമൻ പ്രീതനാകുന്നു. എന്തെന്നാൽ അതാണ് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്ന പാത. ശ്രദ്ധയില്ലാതെ ബന്ധപ്പെട്ട് രാമായണം വായിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പുറന്തോട് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ദശ സ്വയം പ്രത്യക്ഷമാകുന്നത് നിങ്ങൾ ഓരോ വാക്കിനെയും സംഭവത്തെയും കുറിച്ച് മനനം ചെയ്യുമ്പോൾ മാത്രമാണ്. ഇന്ത്യൻ സംസ്കാരം ചിഹ്നങ്ങളുടെയും ഉദാഹരണങ്ങളുടെയും നാമങ്ങളുടെയും അർത്ഥത്തെക്കുറിച്ച് മനനം ചെയ്യുവാൻ എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നു. ദശരഥൻ 4 പുത്രന്മാരുണ്ട്. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്ന് പറയപ്പെടുന്നത് ശരി തന്നെ. പക്ഷെ ആരാണ് ദശരഥൻ? ഏത് സാമ്രാജ്യമാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്? അയോധ്യ എന്ന നഗരത്തിൽ ദശരഥൻ എന്ന നാമത്തോടുകൂടിയ ഒരു രാജാവ് ഉണ്ടായിരുന്നുവെന്ന് പറയുകയാണെങ്കിൽ ആ സംഭവവുമായി നാം എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇത്രയും വിദൂരമായ കാലത്തും സ്ഥലത്തും നാം എന്തിനാണ് ആ സംഭവത്തെപ്പറ്റി ആഘോഷിക്കുന്നത്? ദുർഗുണങ്ങളോടൊപ്പം ജീവിക്കുന്നതെന്ന് രക്ഷ നേടുവാൻ ആർക്കും സാധിക്കുകയില്ല. ഈ കഥയിലേക്ക് അല്പം കൂടി ആഴത്തിൽ ഇറങ്ങി നോക്കുക. അങ്ങനെയാണെങ്കിൽ ദശരഥൻ ഒരു വിദൂരസ്ഥനല്ലെന്നും രാജാവല്ലെന്നും വടക്കേ ഇന്ത്യയുടെ ഭൂപടത്തിൽ കാണുന്ന ഒരു പട്ടണമല്ല അദ്ദേഹത്തിന്റെ രാജധാനി എന്നും 4 സഹോദരന്മാർ ജീവിക്കുകയും മരിച്ചു പോവുകയും ചെയ്ത വ്യക്തികളല്ലെന്നും മനസ്സിലാകും. അയോധ്യ എന്നാൽ അജയ്യമായ പട്ടണം, ശത്രുക്കൾക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കാത്ത അജയ്യമായ കോട്ട എന്നാണ് അർത്ഥം. അത് ആത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്നു. പ്രലോഭനങ്ങൾക്ക് വശംവദരാകാതെ പിടികിട്ടാത്ത ശത്രുക്കളായ വികാരങ്ങൾ, ആസക്തികൾ, പ്രേരണകൾ, സഹജ സ്വഭാവങ്ങൾ എന്നിവയ്ക്ക് വശംവദരമാകാത്ത ഈശ്വരന്റെ ആസ്ഥാനമായ ഹൃദയത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ദശരഥനോ ഏത് വ്യക്തിക്കാണോ അയാളുടെ 10 ഇന്ദ്രിയങ്ങളെയും, ശരീരത്തിലെ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും രഥമായിട്ടുള്ളത്, അവയെ പരിപാലിക്കുവാനാകുന്നത് ആ വ്യക്തിയാണ് ദശരഥൻ. എല്ലാ വ്യക്തികളുടെയും ചിഹ്നമായ ഈ വ്യക്തി 3 വധുക്കളെ വിവാഹം ചെയ്തു. ഓരോ വിവാഹിതനായ പുരുഷനും അവളുടേതായ ശാരീരിക ജീവിതമുള്ള ഒരു ഭാര്യയുണ്ടെങ്കിലും മരണം വിജോദിപ്പിക്കുന്നത് വരെ അയാളിൽ നിന്നും അവിഭാജ്യമായ 3 ഗുണങ്ങളുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. 3 പ്രകൃതങ്ങളുണ്ട്. സമഭാവനയുള്ളത്, ആസക്തിയുള്ളത്, മന്ദീഭവിച്ചത്. 3 രാജ്ഞിമാർ 3 ഗുണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. കൗസല്യ സത്വഗുണം, സുമിത്ര തമോ ഗുണം, കൈകേയി രജോ ഗുണം. ഈ 3 ഗുണങ്ങളോടൊപ്പം ജീവിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുവാൻ ആർക്കും സാധിക്കുകയില്ല. സമ്പർക്കം മൂലമുണ്ടാകുന്ന വിവിധങ്ങളായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. കാലക്രമേണ അനുസരിക്കുവാനും ആദരിക്കുവാനും യോഗ്യനായ ഒരു യജമാനൻ വേണമെന്ന അഭിലാഷം മനസ്സിൽ അങ്കുരിച്ചു.
മനസ്താപം തീവ്രമായപ്പോൾ അത്യുത്കൃഷ്ടനായ ഈശ്വരൻ യാഗാഗ്നിയിൽ നിന്നും ഈശ്വരന്റെ സന്ദേശവാഹകനായി അനുഗ്രഹത്തെ പായസരൂപേണ എടുത്തുകൊടുത്ത് ആവിർഭവിച്ചു. ഈ അനുഗ്രഹത്തിന്റെ സമ്മാനം 3 ഗുണങ്ങളും ഒരുപോലെ പങ്കിട്ടെടുത്തു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന മനുഷ്യന്റെ പ്രധാനപ്പെട്ട 4 ലക്ഷ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 4 പുത്രന്മാർ ജനിച്ചു. അവരിൽ മൂത്തവനായ രാമൻ ധർമ്മവും മറ്റു 3 പേർ ബാക്കിയുള്ളവയുടെ പ്രതിനിധികളും ആണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ധർമ്മം ഉളവാകണമെങ്കിൽ നിങ്ങൾക്ക് വളരെ അധികം ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ദശരഥന് പുത്രകാമേഷ്ടിയാഗം അനുഷ്ഠിക്കേണ്ടി വന്നത്. ഈശ്വരൻ ധർമ്മസ്വരൂപനായതിനാൽ ധർമ്മത്തിലൂടെ മാത്രമേ ഈശ്വരനെ ആരാധിക്കുവാൻ സാധിക്കുകയുള്ളൂ. ധർമ്മമെന്നാൽ പുണ്യപ്രവർത്തികൾ, പുണ്യവാക്കുകൾ, പുണ്യചിന്തകൾ എന്ന പുഷ്പങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ഒരു ഹാരമാണ്. സത്പേര് ആർജിക്കുക, നന്മയുള്ളവനാണെന്നും സേവന മനസ്ഥിതി ഉള്ളവനാണെന്നും നന്മ ചെയ്യുന്നതിൽ സമർത്ഥനാണ് എന്നുള്ള സൽപ്പേര് തങ്ങളുടെ മാതാപിതാക്കളെ ഇപ്രകാരം നല്ല സ്വഭാവം കൊണ്ട് സന്തോഷിപ്പിക്കാത്ത കുട്ടികളെ അവരുടെ അമ്മമാർ ഓർമ്മിപ്പിക്കുന്നത് അവർ ജനന സമയത്ത് തന്ന വേദനയിലൂടെ ആയിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരും പറയുന്ന വാക്ക് ചിന്തിക്കുന്നത് പോലെ പറയുകയും പറയുന്നത് പോലെ പ്രവർത്തിക്കുകയും ആത്മാർത്ഥമുള്ളവനാണെന്ന് കരുതുന്ന ഒരു ഭക്തനായി തീരുകയും ചെയ്യണം. എപ്പോഴും ജാഗ്രത പുലർത്തുക. ഇതാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം. ജയ സായിരാം. സായിരാം. പിന്നെ ഗീത എന്നോട് അനുഭവം കൂടെ ഒന്ന് പറയണേന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു അനുഭവം റിപ്പീറ്റ് ചെയ്യാണ്. അതിനു മുമ്പ് പറഞ്ഞ അനുഭവം തന്നെയാണ്. അതായത് ഭഗവാന്റെ സന്ദേശ പ്രചാരണം, നമ്മൾ സന്ദേശം പ്രചരിപ്പിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയൊക്കെ ഭഗവാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. വളരെയധികം ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ സേവനം, നമ്മൾ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുമ്പോൾ ഭഗവാൻ നമ്മളെ എങ്ങനെയാണ് കൈപിടിച്ചുയർത്തുക എന്നുള്ള എൻ്റെ ജീവിതത്തിലെ 2 അനുഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് 1991 ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്ന്, ഞാൻ ബംഗാളിലായിരുന്നു. തിരിച്ചു വന്ന ശേഷം ഞാൻ അവിടുത്തെ ബ്ലൈൻഡ് സ്കൂളിൽ പോയി കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി സേവനം ചെയ്യാനുള്ള ഒരു വ്രതം എടുത്തിരുന്നു. അങ്ങനെ ഞാൻ 2011 തിരുവനന്തപുരം വിട്ട് പുട്ടപ്പർത്തിയിലേക്ക് വരുന്നത് വരെ ആ നീണ്ട 19-20 വർഷങ്ങളില് നിരന്തരമായി ഒരു ദിവസം പോലും മുടങ്ങാതെ തിരുവനന്തപുരത്തുള്ള സമയം മുഴുവനും ആ കുട്ടികൾക്ക് വേണ്ടി ധാരാളം പിന്നെ സേവനങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ഭഗവാൻ എനിക്ക് തന്നു. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അവരുടെ ഓഡിയോ ലൈബ്രറിയിലേക്ക് 300 പുസ്തകങ്ങളാണ് എനിക്ക് വായിക്കാനായിട്ട് ഭഗവാൻ അനുവാദം തന്നത്. എല്ലാ കുട്ടികൾക്കും BA, MA, പിന്നെ BEd എന്നുള്ള ഒക്കെ പഠിക്കുവാനായിട്ടുള്ള റെക്കോർഡൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഭഗവാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അതിൽ ഒരെണ്ണം, കുട്ടികളെ എവിടെയെങ്കിലും പോകുമ്പോൾ, അതായത് ഹോസ്പിറ്റലില് കണ്ണ് കാണിക്കാന്, കണ്ണാശുപത്രിയില് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒന്ന് കൂട്ടുപോകാൻ ചെല്ലുമ്പോൾ ഒന്ന് പെൺകുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പോവും. അങ്ങനെ സുധാമണി എന്നൊരു കുട്ടി നല്ല പാട്ടുകാരിയായിരുന്നു. അവൾക്ക് റേഡിയോ സ്റ്റേഷനിൽ B ഗ്രേഡ് ഉണ്ട്. അപ്പൊ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് റേഡിയോ സ്റ്റേഷനിൽ പോകണം. ഒറ്റയ്ക്ക് പോകാൻ വയ്യാത്തോണ്ട് ആന്റി എൻ്റെ കൂടെ വരണേന്ന് പറയും. അപ്പൊ ഞാൻ അവളുടെ കൂടെ പോകും. അങ്ങനെ ഒരിക്കൽ പോയപ്പോ ഞങ്ങള് കാത്തിരിക്കുമ്പോഴത്തേക്കും മിസ്സസ് മല്ലിക, ശ്രീമതി മല്ലിക അവിടുത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു. അവരവിടെ വന്നു. എന്നിട്ട് ചോദിച്ചു, ഈ കുട്ടിയുടെ അമ്മയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയല്ല. അപ്പൊ അവൾ പറഞ്ഞു അമ്മയല്ലെങ്കിൽ അമ്മയെ പോലെ തന്നെയാണ് ആന്റി എന്ന് അവള് കയറി പറഞ്ഞു. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സത്യസായി ഡിവോട്ടി ആണെന്ന് ഭാവിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടി സേവനം ചെയ്യാനായിട്ട് എൻ്റെ ഒരു ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവളുടെ കൂടെ ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു മാഡം എൻ്റെ മുറിയിലേക്ക് ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ എന്താ വരാം. അപ്പൊ അവളെ ഞാൻ പാടാനായിട്ട് ഏർപ്പെടുത്തിയിട്ട് ആ റൂമിലേക്ക് കയറ്റി വിട്ടിട്ട് ഞാൻ മല്ലിക മാഡത്തിന്റെ റൂമിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു മാഡം ഇത്രയും ഒക്കെ നല്ല ഇൻസ്പിറേഷൻ, പ്രേരണകൾ തരുന്ന ഭഗവാൻ എത്രയെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഞങ്ങൾക്ക് വനിതാ വേദിയുണ്ട്, വനിതാ രംഗം. അതിന് ഭഗവാൻ നല്ലൊരു വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രഭാഷണം
തരാമോ എന്ന് ചോദിച്ചു. 10 മിനിറ്റ് ആണ്, വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞു തരാമല്ലോ. അപ്പം ഞാൻ 2 ദിവസം വരുന്നുണ്ട് അവളുടെ കൂടെ, അപ്പം ഞാൻ എഴുതി കൊണ്ട് വരാമോ ചോദിച്ചു. വരാമെന്നും പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം നല്ല സന്തോഷത്തോടുകൂടി 98-ലാണ് ഇത് സംഭവിക്കുന്നത്. 1995 ഭഗവാൻ ആദ്യമായിട്ട് വനിതാ ദിനം തുടങ്ങിയപ്പോൾ നല്ലൊരു പ്രഭാഷണമുണ്ട് വനിതകൾക്ക് വേണ്ടിയുള്ള. ആ പ്രഭാഷണം ഞാൻ സനാതന സാരഥിയിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് എളുപ്പമുണ്ട്. അതിൽ നിന്ന് ഞാൻ അത്യാവശ്യം വേണ്ട 10 മിനിറ്റ് പറയാനുള്ള അത്രയും വേണ്ട സംഗതികളൊക്കെ ഭഗവാന്റെ ഏറ്റവും കാതലായ കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് അവർക്ക് കൊണ്ട് കൊടുത്തു. സത്യസായി ഭഗവാന്റെ പ്രഭാഷണത്തിൽ നിന്നും എടുത്തത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ കൊണ്ട് കൊടുത്തു. അവർ സന്തോഷത്തോടുകൂടി ഇത് വാങ്ങിച്ചു വെച്ചു. മാഡം മറ്റന്നാൾ വന്ന് ഇതൊന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓ ശരിയെന്നും പറഞ്ഞു. ഞാൻ പോന്നു. പിറ്റേ ദിവസം മറ്റന്നാൾ ഞാൻ അവിടെ ചെന്നു. ഇരുന്നപ്പം മലിയ മാഡം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു നമുക്കൊന്ന് പ്രാക്ടീസ് ഉണ്ട്. അപ്പം നോക്കിയിട്ട് പറഞ്ഞു മാഡം ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പേര് നമുക്ക് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഭഗവാന്റെ പ്രഭാഷണത്തിന് ഭഗവാന്റെ പേര് വയ്ക്കാതെ പറയുകയോ? അപ്പൊ ഞാൻ അയ്യോ മാഡം അതങ്ങനെ ശരിയാവും മാഡം, അത് നമുക്ക് ബാക്കിയുള്ളവരും ഒക്കെ ഒരുപാട് ഗുരുക്കന്മാരുണ്ടല്ലോ, അപ്പൊ എല്ലാവരും ഇങ്ങനെ ആവശ്യപ്പെടാൻ തുടങ്ങും. അപ്പൊ നമുക്കത് ശരിയാവില്ല. നമ്മള് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് ആരുടെയും പേര് പറഞ്ഞ് ചെയ്യാൻ പാടില്ല. അപ്പൊ എനിക്ക് ആകെ വിഷമമായി. എന്തായാലും എനിക്ക് അരമണിക്കൂർ പുറത്ത് വെയിറ്റ് ചെയ്യണം. ഞാൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു സ്വാമി ഞാൻ എൻ്റെ പാട്ടിന് വീട്ടിൽ പോവാണ്, ഞാൻ പ്രഭാഷണവും ഇല്ല ഒന്നുമില്ല, സ്വാമിയുടെ പേരിലുള്ള പ്രഭാഷണം എൻ്റെ പേരിൽ ഞാൻ എങ്ങനെയാ പറയുക? ഞാൻ പറയില്ല, ഞാൻ പോവുകയാണ് സ്വാമി എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഞാൻ സ്വാമി അടുത്തൊരു കണ്ടീഷൻ വെച്ചു. സ്വാമി ഞാനിത് പറയണം എന്നാണ് സ്വാമിക്ക് ആഗ്രഹമെങ്കിൽ സ്വാമി എനിക്ക് ഇപ്പം ഈ നിമിഷം ഇവിടെ ഒരു സായി ഡിവോട്ടി വന്ന് എന്നോട് പറയണം, ചേച്ചി പറഞ്ഞോളൂ അല്ലെങ്കിൽ ആന്റി പറഞ്ഞോളൂ, നോ പ്രോബ്ലം, ഭഗവാന്റെ വാചകം ഭഗവാന്റെ മെസ്സേജ് എല്ലാവരും പോട്ടെ, റേഡിയോയിൽ എത്രയോ പേര് കേൾക്കുന്നതാണ് എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ പറയൂ സ്വാമി, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് കണ്ണടച്ചിരുന്നു. അപ്പം അത് ഭക്തിവിലാസ് എന്നാണ് റേഡിയോ സ്റ്റേഷന്റെ പേര്, തിരുവനന്തപുരത്തെ. അവിടെ വലിയൊരു സ്പ്രോളിംഗ് സ്ഥലമാണ്, മുഴുവൻ ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട്. അവിടെ നിശബ്ദമാണ്. ഈ ബിൽഡിംഗ് നടുവിലിരിക്കുന്ന നല്ല സുന്ദരമായ ഒരു ബിൽഡിംഗ് ആണ്. അവിടെ ഈ റെക്കോർഡിംഗ് ഒക്കെ ആയതുകൊണ്ട് വളരെ നിസ്തബ്ധമാണ്, ഒരു ശബ്ദവും ഇല്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊന്നും കാണില്ല. ഞാനിങ്ങനെ വളരെ സങ്കടപ്പെട്ട് എന്താ ചെയ്യേണ്ടെന്നറിയാതെ ഇങ്ങനെ തലകുനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സ്വാമി അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വാമിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, സ്വാമി ആരെങ്കിലും വന്നില്ലെങ്കിൽ ഞാനിപ്പോ പോകും. അങ്ങനെ ഞാൻ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ശബ്ദം കേട്ടു, ആന്റി എന്താ ഇവിടെ ഇരിക്കുന്നേ? അപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ണു നോക്കിയപ്പം ആരാ അവിടെ നിന്ന് അറിയാമോ? കാവാലം ശ്രീകുമാറാണ്. എനിക്ക് കാവാലത്തിന് നന്നായിട്ട് അറിയാം, പക്ഷെ അവിടെ ജോലി ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. എനിക്കങ്ങനെ ആരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് അദ്ദേഹം അവിടെ ജോലി ചെയ്യണമെന്നൊന്നും അറിയില്ല. കാവാലത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ധാരാളം എപ്പോഴും പാട്ടിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യും. കാവാലത്തിന്റെ പാട്ടൊക്കെ എനിക്ക് അയച്ചു തരും. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ അന്ത്യ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശ്രീകുമാറെ എനിക്കൊരു ആപ്പിൽ പെട്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഭഗവാന്റെ പ്രഭാഷണം കൊടുത്തത് അവര് പറയണു ഭഗവാന്റെ പേര് പറയാൻ പാടില്ല. ഞാൻ പറയുന്നില്ല, ഞാൻ പോവുക. അയ്യോ ആന്റി മണ്ടത്തരം ഒന്നും കാണിക്കല്ലേ, ആന്റി സൈഡിയായിട്ട് പറഞ്ഞോളൂ, ഭഗവാന്റെ പേര് പറയണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഭഗവാന്റെ സന്ദേശം പരത്തുന്നതിന് പേര് പറയണമെന്നൊന്നുമില്ല, ആന്റി ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് കയറി പറഞ്ഞു. പുറത്തിറങ്ങിയതും വളരെ നല്ല പ്രഭാഷണമല്ലേ, ഭഗവാന്റെ പ്രഭാഷണത്തിന് നല്ലതെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ പുറത്തിറങ്ങിയത് അവർ 250 രൂപയുടെ ഒരു 250 രൂപ ഒരു ARന്റെ അവരുടെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഒരു കവറിലിട്ട് എനിക്ക് തന്നു. എനിക്ക് അത് കിട്ടുന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ കുട്ടിക്കാലത്ത് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പം നമ്മൾ റേഡിയോ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്, പക്ഷെ അന്ന് നമുക്ക് പൈസയൊന്നും തരലില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പൈസ കിട്ടുന്നൊന്നും അറിയില്ലായിരുന്നു. പൈസ കിട്ടുമ്പോൾ ഞാൻ ചോദിച്ചു 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ പുട്ടപ്പർത്തി പോണുണ്ട്, ഇത് ഭഗവാന്റെ പ്രഭാഷണത്തിനിട്ട് പൈസയാണ്, ഇത് ഭഗവാൻ എന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാനത് അങ്ങനെ എൻ്റെ ഹാൻഡ് ബാഗിൽ വെച്ചു, പുട്ടപ്പർത്തി കൊണ്ടുപോകുന്ന ബാഗിൽ വെച്ചു. പുട്ടപ്പർത്തിയിൽ എത്തിയപ്പോൾ എനിക്ക് എൻ്റെ മകളുടെ കെയർ ഓഫിൽ, അവള് സ്റ്റാഫാണ് അവിടെ, അതുകൊണ്ട് അവളുടെ കെയർ ഓഫിൽ എനിക്ക് VIP സെക്കൻഡ് ആർച്ച് എന്ന് പറയും. അത് ആദ്യത്തെ ആർച്ച്, ഫസ്റ്റ് ആർച്ച്, സെക്കൻഡ് ആർച്ച്. VIP എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഭഗവാന്റെ സേവനം ചെയ്യുന്നവർക്കുള്ള സ്ഥലമാണ് VIP എന്ന്. സ്വാമിയുടെ VIP എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. സ്വാമിയുടെ സേവനം ആരൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അവരാണ് സ്വാമിയുടെ സ്റ്റാഫ്, അവർക്കുള്ള സ്ഥലം. അപ്പൊ എൻ്റെ മകളുടെ കെയർ ഓഫിൽ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ
ഈ പൈസ എന്റേതല്ല, ഇത് ഭഗവാൻ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചേ തീരൂ. ഇത് വാങ്ങിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി മേലാൽ ആ റേഡിയോ സ്റ്റേഷന്റെ പരിസരത്ത് പോലും പോകില്ല എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് ലൈൻ കിട്ടി. ഫസ്റ്റ് ലൈൻ കിട്ടിയപ്പോ എനിക്ക് സ്വാമി വരുമ്പോ കൊടുക്ക എഴുത്ത് എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കും. എന്താ, ഞങ്ങളുടെ മുൻപില് അന്ന് ഭഗവാന്റെ റിലേറ്റീവ്സ് വന്നാല് ഞങ്ങളുടെ 2 ആർച്ചിന്റെ മുമ്പിലാണ് അവർക്ക് സ്ഥലം. ഭഗവാന്റെ റിലേറ്റീവ്സ് ഒരുപാട് പേര് വരും. അവര് വരുന്നത് പെട്ടെന്നൊന്നും വരില്ല. സ്വാമി വരാറാവുന്ന ഒരു 5 മിനിറ്റ് മുമ്പാണ് അവര് വന്നിരിക്കുക. അപ്പത്തേക്കും നോക്കിയപ്പോ എന്റെ മുമ്പിലെല്ലാം അവരെല്ലാരും വന്ന ആ ലൈൻ 2 ലൈനിന്റെ മുമ്പിലും ഒരു 10-15 പേര് വന്നങ്ങിരുന്നു. അപ്പൊ ഞാൻ സ്വാമി എനിക്കൊന്നും അറിഞ്ഞൂടാ, സ്വാമി എനിക്ക് വന്ന് പാദനമസ്കാരം തന്ന് എന്റെ ഈ എഴുത്ത് വാങ്ങിച്ചുകൊണ്ട് പോണം, അതാണ് എന്റെ കണ്ടീഷൻ, അല്ലെങ്കിൽ ഞാൻ ഇനി തത്വപ്രചാരം ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മുമ്പിൽ ഒരു 12 വയസ്സായ പെൺകുട്ടിയാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇവരൊക്കെയാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ സ്ഥലം അലോട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വേറൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയൊന്നുമില്ല. പെട്ടെന്ന് നല്ല സുന്ദരമായിട്ട് അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട് ഒരുക്കിയ ഒരു 1.5 വയസ്സായ പെൺകുട്ടിയും കൊണ്ട് ഒരു അമ്മ വന്നു, ഒരു ചെറുപ്പക്കാരി അമ്മ. അപ്പൊ ആ അമ്മ വന്ന് ആദ്യം ഭഗവാൻ വരുന്ന സ്ഥലത്ത് തന്നെ പോയിരുന്നു. അപ്പൊ ഈ പെൺകുട്ടി എന്ത് ചെയ്തു, എന്റെ മുമ്പിൽ ഇരുന്ന പെൺകുട്ടി എഴുന്നേറ്റ് പോയി ആ അമ്മയുടെ സ്ഥലത്ത് അടുത്ത് തന്നിരുന്നു. അപ്പൊ സ്വാമി വന്ന ഉടൻ രണ്ടുപേർക്കും അനുഗ്രഹം കിട്ടും. ആ കുഞ്ഞിനെ അനുഗ്രഹിക്കുമ്പോ ഇവൾക്കും കൂടെ അനുഗ്രഹം കിട്ടും. അപ്പൊ എന്റെ ഫലത്ത് ആ ഗ്യാപ്പ് ഉണ്ട്, ഒരു കുട്ടി, വലിയ ഒരു കുട്ടി ഇരുന്ന ഗ്യാപ്പ്, ഒരാളിരിക്കുന്ന ഗ്യാപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞു സ്വാമി എനിക്കിതൊന്നും അറിഞ്ഞൂടാ, സ്വാമി എൻ്റെ അടുത്ത് നീ കത്ത് വാങ്ങണം, അത് മാത്രമേ എൻ്റെ പ്രാർത്ഥനയുള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്കും സ്വാമി വരാറായി. സ്വാമി വരുന്നതിന്റെ മ്യൂസിക് ഇട്ടു. ഞാനിങ്ങനെ ആകാംക്ഷയോടുകൂടെ അതേ സ്വാമി വരുന്ന വഴി തന്നെ നോക്കിയിരിക്കുമ്പോ സ്വാമി വന്നു. സ്വാമി അപ്പം പൂർണ്ണചന്ദ്ര ഹാളിലാണ് താമസിക്കണേ, അതിന്റെ മുകളില്. അവിടെ വന്ന് നിന്നു. അവിടെ നിന്ന് ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുകയാണ് സ്വാമി. അപ്പൊ എന്നെ നേരെ നോക്കുന്നുണ്ട്. എന്റെ നേരെ നോക്കി ഒരു ചെറിയ മൃദുഹാസമുണ്ട്, സ്വാമിയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയുണ്ട്. അതായത് നിന്റെ മനസ്സൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്നുള്ള ഭാവം. അപ്പൊ ഞാനിങ്ങനെ കണ്ണിമയ്ക്കാതെ സ്വാമിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പത്തേക്കും സ്വാമി ആ കുട്ടിയെ അനുഗ്രഹിച്ചിട്ട് താഴേക്ക് പതുക്കെ നടന്നു വന്നിട്ട് നേരെ ആ ഗ്യാപ്പിൽ കയറി എൻ്റെ മുമ്പിൽ നിന്നു. ഞാൻ നമസ്കരിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ആ 250 രൂപ, വെറും 250 രൂപയുടെ കവറ് സ്വാമി വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പൊ അത് നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ്? സ്വാമിയുടെ സേവനം ചെയ്യുമ്പം നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകും സ്വാമി, കൈപിടിച്ചുയർത്തും. 1. 2, സ്വാമിയുടെ തത്വപ്രചാരം ചെയ്യണം. അത് സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. എവിടെയൊക്കെ അവസരം കിട്ടുമ്പോൾ, ഞാൻ ടിവിയിലും റേഡിയോ സ്റ്റേഷനിൽ പിന്നെയും പല പ്രാവശ്യം ഞാൻ പോയി, അപ്പോഴൊക്കെ ഭഗവാൻ ഇതുകൊണ്ട് ഞാൻ കൊടുക്കും. തരുന്ന പൈസയൊക്കെ ഞാൻ ഇതായിട്ട് തന്നെ കൊണ്ടുവന്നിട്ട് ഭഗവാനെ ഏൽപ്പിക്കും. അങ്ങനെ പല പ്രാവശ്യം ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. അപ്പൊ നമ്മൾ എഴുതിയായിട്ടാണെങ്കിലും പ്രസംഗിച്ചിട്ടാണെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടാണെങ്കിലും എവിടെയൊക്കെ ഭഗവാന്റെ തത്വം, ഭഗവാന്റെ പറയാൻ നമുക്ക് അവസരം എപ്പോഴെല്ലാം കിട്ടുന്നുവോ അപ്പൊ നമ്മൾ അത് ചെയ്യണം. ഭഗവാൻ തന്നെ പറഞ്ഞു, നിങ്ങൾ എവിടെ പോണു ചോദിച്ചാൽ നിങ്ങൾ പറയും ബാംഗ്ലൂര് പോണു, അല്ലെങ്കിൽ അപ്പുറത്ത് പോണു, ഹൈദരാബാദിൽ പോണെന്ന് പറയും. പുട്ടപ്പർത്തിന്ന് പോകാൻ പറയാൻ നിങ്ങൾക്ക് എന്താ ധൈര്യമില്ലാത്ത? ഞാൻ പുട്ടപ്പർത്തി പോവാണെന്ന് പറയില്ല. നിങ്ങൾ എവിടെ പോണു? ബാംഗ്ലൂര് പോണു. നമുക്ക് നമ്മുടെ ദുരഭിമാനമാണ് പുട്ടപ്പർത്തി പോണു. അവിടെ ആരുണ്ട്? അവിടെ ഭഗവാനുണ്ട്, ഈശ്വരനുണ്ട്, ധൈര്യമായിട്ട് പറയൂ എന്നാണ് ഭഗവാൻ തന്നെ നമ്മളോട് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ആ വാക്കുകൾ നമ്മളെല്ലാവരും അനുസരിച്ച് ഭഗവാന്റെ മഹിമയും സന്ദേശവും നമ്മളുടെ ജീവിതത്തിലൂടെ എത്രമാത്രം സാധിക്കുമോ. നമ്മൾ സാധാരണ മനുഷ്യരാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങളുള്ളവരാണ്, തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോകുന്നവരാണ്. എന്നാലും അത് ഭഗവാനെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ ഭഗവാന്റെ മഹിമകൾ പടുത്തുവാനുള്ള എല്ലാ സന്ദർഭങ്ങളും ഭഗവാൻ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങൾ എൻ്റെ വാക്പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം. మీరు అనుకోవచ్చు స్వామి ఇన్ని విధాలుగా చూస్తాడు, అందరికైనా సమర్థం ఎక్కడుంది అని మీరు అనుకోవచ్చు. You may think that does Swami have equal approach to everyone? నమ్మిన నమ్మకపోయిన నాకు అందరూ సమానమే. Whether you believe or you don't, all of you are equal to me. ఒక తల్లికి 2 బిడ్డలు ఉంటారు. There are 2 children for a mother. ఒక బిడ్డకు జ్వరం వచ్చి చాలా జబ్బు చేసి కడుపు చెడిపోయింది, అజీర్ణ వ్యాధి వచ్చింటుంది. One of the 2 children is suffering from indigestion and having అమ్మ అన్ని పండగ చేసి మంచి మంచి ప్రమాణం అంతా ఉంటుంటాయి, వండి ఉంటుంది. Mother has cooked delicious stuffs and everything is ready. ఒక కొడుకును మాత్రం లోపల పిలిచి మరి నువ్వు మంచి మంచి ప్రమాణం అంతా తిను అని వాడికి ఉద్దేశిస్తుంది.
Mother calls one child and asks her to take all the delicious food. ఇంకొక పిల్లవాడికి నువ్వేమి తినడానికి వీలేదు, గడ్డి మాత్రమే తాగొచ్చు చేసేస్తుంది. She commands the other child to observe the diet very ఇది strictly. తల్లికి ఉండినటువంటి వేదమా? Is it some kind of కాదు కాదు, mother? వారి క్షేమాన్ని కోరి ఆ విధంగా గండిస్తున్నారు. Wishing something good for the children, we receive. వాడు కడుపు చెడగొట్టుకున్నాడు. He has spoiled his own అది ఎవరి health. తప్ప, అమ్మ తప్ప, బిడ్డ తప్ప. Is it mother's mistake? వాడు కడుపు చెడగొట్టుకున్నాడు కనుక వాడికి గంజేశాడు. Because he has spoiled his stomach, the diet. వీడు ఆరోగ్యంగా ఉన్నాడు కాబట్టి వీడికి అన్ని వంటలు వచించవచ్చు. As this other person is very healthy, he can eat any ఈ food. సత్యాన్ని గుర్తించుకోకుండా అమ్మకు భేదము కట్టి ఏమైనా అర్థం Without recognizing this truth, if we are all అక్కడే నేను కూడాను. partiality. లోపల దుర్భావం ఉండేటువంటి వాడు దూర దూరమే పెట్టుకుంటారు. A person వాళ్ళ మొహాలు కూడా చూడరు. with bad thoughts, I keep him at a distance. వారిపై ద్వేషం కాదు, I don't have any anger. వారిపై కోపం కాదు. No hatred, no anger. ఎందుకంటే ఆ రోగానికి ఆ పథ్యమే సరిపోతుంది. For that disease, that particular మాటలు diet. చక్కగా నచ్చుకున్నటువంటి వాడు, If a person follows, భక్తి శ్రద్ధలతో ఉండినటువంటి వాడిని పరికరిస్తాడు. if a person has devotion and interest, తద్వారా వీళ్ళలో ద్వేషాలు వస్తుంటాయి. సో వాడిని పలకరించాడు, నన్ను పలకరించలేదు, ఇది చాలా సంకుచితమైనటువంటి భావాలు. and if you develop some kind of difference, ఎవరెవరు ఎంత విమానాలు పోతారో అంత పాత్రకు తగినంత మాత్రమే వస్తుంటాయి. water which can be carried in a vessel depends upon the size of ఇది the vessel. దోషము కాదని, It is not the mistake of the నువ్వు water. అంతటి పాత్ర మాత్రమే పెట్టుకున్నావు, అది నీ దోషం. You have a small vessel that can carry కనుక water. భక్తిని అభివృద్ధి పరచుకొని స్వామి ఆజ్ఞను శిరసా వహించి డిసిప్లిన్ మీరు చక్కగా నడుచుకుంటున్నాడు. ఎంతైనా స్వామి దయతో పెట్టి ఆనందంగా మిమ్మల్ని పరిగణిస్తాడు, తగినంత సన్నిధి కూడా చేర్చుకుంటాడు. Develop devotion. Follow the commands of Swami. സൈലം ഗീത പാടിക്കോളൂ കേട്ടോ. വീഡിയോ ഓൺ ചെയ്യേ, വീഡിയോ ഓൺ ചെയ്യേ. సాయిరామ్. నందలాల నవనీత చోర నటవరలాల గోపాల. నందలాల నవనీత చోర నటవరలాల గోపాల. దేవకి వసుదేవ కుమార దేవదేవ గోపాల. దేవకి వసుదేవ కుమార దేవదేవ గోపాల. నందలాల నవనీత చోర నటవరలాల గోపాల. మోహన మురళి గాన విలోల మోహన సాయి గోపాల. మోహన మురళి గాన విలోల మోహన సాయి గోపాల. నందలాల నవనీత చోర నటవరలాల గోపాల. దేవకి వసుదేవ కుమార దేవదేవ గోపాల. నందలాల నవనీత చోర నటవరలాల గోపాల. మోహన మురళి గాన విలోల మోహన సాయి గోపాల. నందలాల నవనీత చోర నటవరలాల గోపాల. సాయిరామ్. സായി ഉപമ. വിദ്യുത് ശക്തി കമ്പിയിലൂടെ പ്രവഹിക്കുന്നത് പോലെ ഈശ്വരാനുഗ്രഹം നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ബൾബിലെ വൈദ്യുതിയുടെ പ്രകാശം അതിലെ ഏകാംഗത്തിന് അനുസരിച്ചാണ് നിങ്ങളുടെ ഭവനത്തെ പ്രകാശമാനമാക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന സാധനയാണ് ബൾബ്.
ഈശ്വരാനുഗ്രഹം ഭവിക്കുവാൻ നിങ്ങളുടെ ഹൃദയമാകുന്ന ഭവനത്തിൽ പ്രകാശം പരക്കുന്നു. എന്റെ സമീപത്തേക്ക് സന്തോഷത്തോടെ വരിക. സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടി മുങ്ങിക്കൊണ്ട് അതിന്റെ ആഴം അറിയുക. സമുദ്ര തീരത്തുള്ള വെള്ളത്തിൽ ഇറങ്ങിയ ശേഷം സമുദ്രത്തിന് ആഴമില്ലെന്നും അതിൽ മുത്തുകളില്ലെന്നും പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? ആഴത്തിലേക്ക് മുങ്ങുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന മുത്തുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ജയ് സായിരാം. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം.